നമസ്കാരം. ഞാൻ ഹരി പട്ടിക്കര, ബി.ജെ.പിയുടെ സോണൽ സെക്രട്ടറിയാണ്. പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളുടെ ചാർജാണ്. ഞാൻ സംഘടനാപരമായി 22 വർഷത്തോളം പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചു വരുന്ന ആളാണ്. പാലക്കാട് നഗരത്തിൻ്റെ സെക്രട്ടറി, പാലക്കാട് നഗരത്തിൻ്റെ ജനറൽ സെക്രട്ടറി, യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി, എഗെയിൻ യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി 2 ടൈം, യുവമോർച്ചയുടെ സംസ്ഥാന സമിതി അംഗം, ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ ട്രേഡേഴ്സ് സെല്ലിൻ്റെ ജില്ലാ കൺവീനർ, ഇപ്പോൾ ബി.ജെ.പിയുടെ മേഖലാ സെക്രട്ടറി, അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻറ്റും കൂടിയാണ്. പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ നഗരസഭയിലെ 37-ാം വാർഡ് ഒതുങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പാർട്ടി എന്നെ മത്സരിക്കാൻ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായിട്ടുള്ളത്. 40-45 വർഷമായി ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രീണന രാഷ്ട്രീയമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങളോട് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് അറിയുന്നത് പല വിഭാഗത്തിലുള്ള ആളുകളുണ്ടെങ്കിലും വളരെ സാധാരണപ്പെട്ട ആളുകളാണ് ഈ പ്രദേശത്ത് കണ്ടുവരുന്നത്. അതിദാരുണമായ രീതിയിലാണ് ഇവരുടെ അവസ്ഥ കടന്നു പോകുന്നത്. ഇവിടെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ പെൻഷൻ്റെയും അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെയൊക്കെ പേര് പറഞ്ഞ് നാളിതുവരെ ഇവരെ ഒരു എന്താ പറയുക, ഒരു തുറങ്കിലടച്ച പോലെയാണ് ഇവിടെ ആളുകളെ നിർത്തിവെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇറങ്ങി കടന്നു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾക്ക് എത്തിച്ചേരേണ്ട കാര്യങ്ങളും ക്ഷേമ പദ്ധതികളും ഇവര് CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും വീട്ടിൽ നിന്ന് അച്ചാരം വാങ്ങി തരുന്ന പോലെയാണ് ഇവിടെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത്. ഇന്നും പല മേഖലയിൽ ഞാൻ പോകുമ്പോൾ ഇവിടെ വികസന മുരടിപ്പ് എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾ തുറന്നു പറയാൻ ഇവർ തയ്യാറാണ്. ജനം തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒതുങ്ങോട് ഒരു മാറ്റം ആവശ്യമെന്ന്. ആ ആവശ്യം ഈ വരുന്ന 11-ാം തീയതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വിധി തീരുമാനിക്കുന്ന ദിവസം, ആ 11-ാം തീയതി ജനങ്ങൾ നരേന്ദ്രമോദിയെ നെഞ്ചിലേറ്റിക്കൊണ്ട്, ഈ താമര ചിഹ്നത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് അവര് 100% വോട്ട് ചെയ്ത് ഈ NDA സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കുമെന്ന് എനിക്ക് 100% ഇവിടെ ഉറപ്പുണ്ട്. ഓരോ അമ്മമാരെയും നേരിൽ കണ്ട് ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാനിവിടെ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ 100% ജനങ്ങളുടെ ക്ഷേമകാര്യത്തിനാണ് ഞാനിവിടെ ഊന്നൽ നൽകുക. അമ്മമാരുടെ ആവശ്യമായിട്ടുള്ള കാലക്രമേണ ഉള്ള ഒരു ആവശ്യമാണ്. ഒരു വയസ്സായ അമ്മമാർക്കും എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഒരു വയോമന്ദിരം, അത് ഞാൻ യാഥാർത്ഥ്യമാക്കും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ അംഗനവാടിക്കുള്ള കെട്ടിടം, ഈ അംഗനവാടിക്കുള്ള കെട്ടിടം നമ്മൾ അതിനുള്ള സ്ഥലം കണ്ടെത്തി ഇതാക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥയാണെങ്കിൽ വാർഡിലെ മുഴുവൻ സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ റോഡും വെളിച്ചമില്ലായ്മയും വെള്ളക്കെട്ട് മഴ പെയ്ത വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ ഈ ഞാൻ നടന്ന സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ നമ്മുടെ കനാൽ വരമ്പ് ഡമ്പൻകോളനി ഏരിയയിൽ ഒരുപാട് പട്ടയമില്ലാതെ ആളുകൾ വർഷങ്ങളായി താമസിച്ചു വരുന്നുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്നും അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നും ഞാൻ അവർക്ക് വാക്ക് നൽകിയിട്ടുണ്ട്. അതേപോലെ ആ ഡമ്പൻ കോളനിയിലുള്ള പാറക്കളം ഭാഗത്ത് കനാൽ നവീകരണം കണ്ടു. അത് ഒരു സൈഡ് 37-ഉം ഒരു സൈഡ് 36-ാം വാർഡുമാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ച് അത് എങ്ങനെയാണോ യാഥാർത്ഥ്യമാക്കുക അത് യാഥാർത്ഥ്യമാക്കാനുള്ള സംവിധാനവും ഞാൻ ചെയ്തു കൊടുക്കും. അതുപോലെ കേന്ദ്ര പദ്ധതികളുടെ ഒട്ടനവധി പദ്ധതികൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല ഇവിടുത്തെ മുൻകാല കൗൺസിലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ക്ഷേമ പെൻഷൻ അടക്കം അവർ വാങ്ങി അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന പോലെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിനാണ് ജൻധൻ യോജന എന്നൊരു പദ്ധതി നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം ഡയറക്റ്റ് ബെനിഫിഷ്യറിക്ക് കിട്ടുന്നതിന് വേണ്ടി ആ അക്കൗണ്ട് കൂടുതൽ ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് അതിലൂടെ അവർക്ക് ഗവൺമെന്റ് ടു ബെനിഫിഷ്യറി എന്നൊരു സംവിധാനത്തിലേക്ക് അവരെ എത്തിക്കാൻ ഞാൻ പരിശ്രമിക്കും. അതുപോലെ തന്നെ ഒട്ടനവധി പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഏരിയയിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവരുടെ ഉയർന്ന നിലവാരത്തിലാക്കി അവരുടെ ജീവിത ശൈലി, അവരുടെ ജീവിത വരുമാന മാർഗം അത് ഉന്നത നിലവാരത്തിലാക്കി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്നാൽ കഴിയുന്നതിലും ഉപരി അപ്പുറത്ത് ഞാൻ ചെയ്യുമെന്ന് വാക്ക് നൽകിയിട്ടാണ് ഞാൻ ഇവിടെ വോട്ടഭ്യർത്ഥിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് പാറമ്മയുടെ വീട്ടിൽ വന്നത്. അപ്പോൾ വന്നപ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ തന്നു. കട്ടൻ ചായ കുടിച്ചെങ്ങനെ ഇരിക്കണു. കൊടുങ്ങല്ലൂർ അമ്മയുണ്ട്, ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ട്, വോട്ടർമാരുണ്ട്. ഞാൻ വോട്ട് അഭ്യർത്ഥിച്ച് വരുന്ന സമയത്തുള്ള ഇതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്.